ട്രാപ്പ് സംഘം സജീവമാണ്. കഴിഞ്ഞ തവണ കൊച്ചിയിൽ തന്നെ പല കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിന്റെ ഒരു തുടർച്ചയാണിത്. അമൽദേവിനെ സംസാരിക്കാൻ പറ്റില്ല. അമൽദേവിന് സംസാര ശേഷിയില്ലാത്ത ഒരാളാണ്. അമൽദേവും ഈ സഫ്ന എന്ന ഒന്നാം പ്രതിയും തമ്മിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു. സഫ്ന അമൽദേവിനെ കടവന്തറയിലുള്ള ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അമൽദേവ് വിസമ്മതിച്ചതോടുകൂടി തന്നെ അവിടെ റൂമിൽ പതിയിരുന്ന മറ്റ് രണ്ടുപേർ എത്തി അമലിനെ ചവിട്ടി നിലത്തിടുന്നു. അതിനുശേഷം പുറത്തുനിന്ന് രണ്ടുപേരെത്തി അമലിനെ ഇടിച്ച് അമലിന്റെ വാരിയലടക്കം ഒടിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ഇവരുടെ ഉദ്ദേശം ലൈംഗിക ബന്ധത്തിന്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് ഭീഷണിപ്പെടുത്തി കാണിച്ച് പണം തട്ടുക എന്നുള്ളതായിരുന്നു. പക്ഷേ അമൽ അതിന് സമ്മതിക്കാതെ വന്നതോടുകൂടിയാണ് അമലിനെ മർദ്ദിച്ച് അവസാനാക്കി ഈ സംഘം കടന്നു കളഞ്ഞത്. പോലീസ് 2 ദിവസങ്ങളായി പലയിടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ 2 പ്രതികളെ പിടികൂടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒന്നാം പ്രതി സഫ്നയും അതോടൊപ്പം തന്നെ മുഖ്യ ആസൂത്രണം എന്ന് കരുതുന്ന അമലിനെയും പിടികൂടാനായിട്ടില്ല. ഇവരെ പിടികൂടാനുള്ള ശ്രമം ഊർജിതം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന അമലിന്റെ ഒരു അവസ്ഥ വളരെ ദുഃഖകരമാണ്. 2 വാരിയൽ, അതായത് 8ഉം 9ഉം വാരിയലുകൾക്കാണ് ഒടിവുള്ളത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തലക്ക് പിൻഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ട്. അതിക്രൂര മർദ്ദനമാണ് ആ യുവാവ് ഏറ്റത്. ഒരു ഭിന്നശേഷിക്കാരനോടാണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തതെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.